അതിർത്തിയിൽ നിന്ന് ഈ സമയം ഞെട്ടലുളവാക്കുന്ന അപ്ഡേറ്റുകൾ വരുന്നു. ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നതാണ് നടുക്കമുണ്ടാക്കുന്ന വാർത്ത. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ പാക് ഷെല്ലാക്രമണത്തിൽ സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു. അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. പൂഞ്ചിലാണ് ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ സജു തോമസ് നൽകും. സജു, സാഹചര്യം വീണ്ടും വഷളാവുന്നു എന്ന് കരുതണമോ? ഈ സൈനികന്റെ വീരമൃത്യു എപ്പോഴാണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ആ ഷെല്ലാക്രമണം? തിരിച്ചടിയോ മറുപടിയോ ഈ രാവിൽ തന്നെ ഉണ്ടാകുമെന്ന് കരുതണമോ നമ്മൾ? ഷെയ്ഖുദ്ദീൻ, എന്തായാലും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിലാണ് കരസേനാ മേധാവി സൈന്യത്തിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നമുക്ക് സൈന്യം സ്ഥിരീകരിക്കുന്ന വാർത്തയനുസരിച്ച് പൂഞ്ചിലാണ് ഷെല്ലാക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 സൈനികന് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായിട്ടില്ല. അല്പസമയം മുൻപാണ് സൈന്യം ഈ വാർത്ത സ്ഥിരീകരിച്ചിരുന്നത്. രാവിലെ നടന്ന ഷെല്ലാക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരാൾക്ക് ഇപ്പോൾ വീരമൃത്യു വരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പൂഞ്ച്, രജൌരി മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഷെല്ലാക്രമണങ്ങളും അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള വെടിവെപ്പുകളും തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സൈനികന് വീരമൃത്യു വരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സേന കൃത്യമായ മറുപടി നൽകും, തിരിച്ചടിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും സ്ഥിരീകരിക്കാനാവുന്ന വിവരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും കരസേനാ മേധാവി സൈന്യത്തിന്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അതിർത്തിയിലേക്കുള്ള ഷെല്ലാക്രമണങ്ങളും അതുപോലെ വെടിവെപ്പും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സേന സജ്ജമായിരിക്കുകയാണ്. പാക് സേനയുടെ ഭാഗത്തുനിന്നും കൂടുതൽ സൈനിക നടപടികളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്നലത്തേന് സമാനമായി തന്നെ വലിയ രീതിയിലേക്കുള്ള തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. അതിർത്തിയിൽ സാഹചര്യം വീണ്ടും വഷളാവുന്നു എന്ന നടുക്കവും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ഏറ്റവും ഒടുവിലായി ഉണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ എന്നുവെച്ചാൽ ഇന്നലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പ്രകോപനങ്ങൾ ഷെല്ലാക്രമണം പോലെ ഉണ്ടാകുന്നുണ്ട്. ആ ഷെല്ലാക്രമണത്തിൽ ജമ്മു കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരായി സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആരാണ് ഈ സൈനികൻ, എവിടെ നിന്നുള്ള ആളാണ് എന്നതൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരങ്ങളാണ്. പക്ഷേ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് സൈന്യം. ഷെല്ലാക്രമണത്തിലാണ് ഇപ്പോൾ വീരമൃത്യു. ലാൻസ് നായിക് ദിനേശ് കുമാറാണ് കൊല്ലപ്പെട്ടത് എന്ന അപ്ഡേറ്റ് വരുന്നു. കൊല്ലപ്പെട്ട വീരമൃത്യു വരിച്ച സൈനികന്റെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ്. കൂടുതൽ സൈനികർക്ക് പരിക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരണം. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. ഷെല്ലാക്രമണത്തെ രൂപത്തിൽ പ്രകോപനങ്ങളും മറുപടികളും തുടരുന്നുണ്ട്. അതിന് മറുപടി നൽകാൻ രാജ്യം സുസജ്ജമാണ് എന്ന് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചതാണ്. ഈ ചെറിയ യൂണിറ്റുകളുമായൊക്കെ ഉപയൂണിറ്റുകളുമായൊക്കെ നിരന്തരം കരസേനാ മേധാവി ആശയവിനിമയം പുലർത്തുന്നുണ്ട്. പൂർണ്ണമായ സ്വാതന്ത്ര്യം തിരിച്ചടിക്ക് ഈ കരസേനയ്ക്ക് നൽകിയതുമാണ് രാജ്യം. ആ നിലക്ക് വരാനിരിക്കുന്ന ഓരോ മണിക്കൂറുകളും കൃത്യമായി പറഞ്ഞാൽ ഈ രാവും അങ്ങേയറ്റം നിർണായകമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് കൃത്യം ഒരു ദിവസം പിന്നിടുന്ന, കൃത്യം 24 മണിക്കൂർ പിന്നിടാൻ പോകുമ്പോൾ, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം പ്രകോപനങ്ങൾ തുടരുമ്പോൾ ഇന്ത്യയുടെ അടുത്ത നീക്കം, സേനയുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. ഇന്നലെ ഈ സമയമൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് ഇന്ത്യയുടെ കര, വ്യോമ, നാവികസേന കടക്കുന്ന നിമിഷങ്ങളാണ്. ഇന്നലെ 1:05 ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് ഇന്ത്യൻ സൈന്യം കടക്കുന്നത്. ഇന്നിപ്പോൾ 11:19 ആകുന്നു. ഓപ്പറേഷൻ സിന്ദൂരിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇന്നലെ ഈ സമയം ഇന്ത്യൻ സേനയുള്ളത്. ഇന്നിപ്പോൾ ഈ സമയം സേന ഏത് തരത്തിലും സജ്ജമാണ് എന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നിരന്തരം പ്രകോപനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്.
ഒരു സൈനികന് വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പരിക്കുണ്ടാക്കിയ ഒന്നാണ്. അതിന് തീർച്ചയായും മറുപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല.